ജനുവരി തൊട്ട് മാർച്ച് വരെയാണ് ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരുടെയും ബർത്ത്ഡേ വരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ മാസവും ഓരോ ബർത്ത്ഡേ സെലിബ്രേഷൻസ് വെച്ച് കാണും. അപ്പോൾ ജനുവരിയിൽ വിച്ചുവിൻ്റെ അമ്മയുടെയൊക്കെ ബർത്ത്ഡേ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഫെബ്രുവരി 21 എൻ്റെ അനിയത്തിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇന്ന് നമുക്ക് ആ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒന്ന് നോക്കിയാലോ. അപ്പോൾ ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് നേരെ അവൾക്ക് ഗിഫ്റ്റ് മേടിക്കാനായിട്ട് പോയി. ഇത് എൻ്റെ വകയുള്ള ഗിഫ്റ്റ് അല്ല, അവളുടെ ചേട്ടൻ്റെ വകയുള്ള ഗിഫ്റ്റാണ്. അവൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇങ്ങനെ ഒരു ബോക്സിൽ കുറേ ചോക്ലേറ്റ് ഒക്കെ മേടിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ആവട്ടെ. ചോക്ലേറ്റ് മാത്രമായാലും അങ്ങനെ, അതുകൊണ്ട് തന്നെ അവൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നിയ കുറച്ച് ഐറ്റംസും കൂടെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഇവിടെ നിന്ന് മേടിച്ചിട്ട് നേരെ ആസ് യൂഷ്വൽ കേക്ക് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. കേക്കൊക്കെ എടുത്ത് നേരെ വീട്ടിൽ വന്ന് അതൊക്കെ വീട്ടിൽ വെച്ചിട്ട് ഞാൻ നേരെ വർക്കൗട്ടിന് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ വീട്ടിൽ വന്ന് റെഡിയായി. കാരണം നമ്മൾ വീട്ടിൽ വെച്ചല്ലേ സെലിബ്രേറ്റ് ഉദ്ദേശിച്ചേക്കുന്നത്, പുറത്ത് വെച്ചിട്ടാണ്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് നേരെ വാഫൽ ഹൗസിലോട്ട് പോയി. ഇവിടെയാണ് നമ്മൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഞാൻ നേരത്തെ എത്തി കേക്കൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനെടുത്ത് അവിടുത്തെ സ്റ്റാഫിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയാനാണെങ്കിൽ അവിടുത്തെ സ്റ്റാഫൊക്കെ നമ്മളായിട്ട് ഭയങ്കരമായിട്ട് കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആകെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഹിന്ദിയിൽ എനിക്ക് നല്ല പരിജ്ഞാനം ആയതുകൊണ്ട് ഞാൻ പറയുന്ന അവർക്കും അവർ പറയുന്ന എനിക്കും മനസ്സിലായിട്ടില്ലായിരുന്നു. അങ്ങനെ എന്നെ ഒരു അരമണിക്കൂർ പോസ്റ്റ് ആക്കിയ ശേഷം അവരെല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. മാളും ഉണ്ടായിരുന്നു കൂടെ, കാരണം അവിടെ വന്ന ദിവസം തന്നെ ആയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ ചേട്ടൻ കേക്കൊക്കെ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. കേക്ക് കൊണ്ടുവന്നപ്പോഴത്തേക്ക് എന്നെ എത്തി ഇതെല്ലാം അറിയാന്നുള്ള ഭാവത്തിലാണ് ഇരുന്നത്. പക്ഷെ എനിക്കറിയായിരുന്നു അവൾ ഇത് സർപ്രൈസ് ആവത്തില്ല എന്നുള്ള കാര്യം. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നവരെ ഒരു കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവർ എന്നെ കിടന്ന് കണ്ടിന്യൂസ് വിളിച്ചു. അത് കണ്ടപ്പോൾ തന്നെ അവർക്ക് ഡൗട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു. അതായത് സർപ്രൈസ് ആയിട്ടില്ലെങ്കിൽ ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്തു. പിന്നെ അവിടുത്തെ സ്റ്റാഫിനും ആളും കൊണ്ടുപോയി കേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തായാലും അവിടെ വരെ പോയതല്ലേ, അപ്പം പിന്നെ അവിടെ നിന്ന് എന്തെങ്കിലും മേടിക്കാൻ തുടങ്ങുന്നത് മോശമാണല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു പാൻ കേക്ക് ഒരു വഫലോ ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിച്ചിട്ട് ഞാൻ നേരെ മന്തി മനസ്സിലോട്ട് രാത്രിത്തേക്കുള്ള ഫുഡ് പുറത്തുനിന്നാക്കാന്ന് പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ പുറത്ത് പോയി കഴിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് തന്നെ പാഴ്സൽ എടുത്തിട്ട് നേരെ വീട്ടിൽ പോയി. അങ്ങനെ ഞാൻ നേരെ മാളുവിനെ വീട്ടിലാക്കിയിട്ട് ചെന്നപ്പോഴത്തേക്ക് അവള് കിടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വിച്ചുവേട്ടൻ നിന്ന് ഗിഫ്റ്റ് ഒക്കെ എടുത്ത് അവൾക്ക് കൊടുത്തു. ഗിഫ്റ്റ് ഒക്കെ അവൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവൾക്ക് ഒരു ഡ്രസ്സാണ് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തത്. പക്ഷെ അത് ബർത്ത്ഡേ ഒന്നും വരാത്തതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ പറ്റില്ല. പിറ്റേന്നാണ് കൊടുത്തത്. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.